പാട്ടും സംഗീതവും ഉണ്ടല്ലോ. വളരെ മനോഹരമായ സ്ഥലമാണ്. നന്ദി, എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾ കുറച്ച് സൂര്യപ്രകാശം ആസ്വദിക്കുകയാണല്ലേ? ഈ നായ ആരുടേതാണ്? ഏതു ജാതിയാണിത്? ഇതൊരു ഇസ്രായേലി നായയാണ്. വളരെ നന്നായി. അതിനുശേഷം നെതന്യാഹു ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾ പുറത്തേക്ക് അല്പം നടക്കാൻ വന്നതാണോ? അവർ പറയുന്നു, അതെ. നെതന്യാഹു പറയുന്നു, ജെറുസലേമിനേക്കാൾ മനോഹരമായ സ്ഥലമുണ്ടോ? ജെറുസലേം പോലൊരു സ്ഥലമില്ല. പിന്നീട് സുരക്ഷയെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷിത ബങ്കർ, പ്രൊട്ടക്റ്റഡ് ഷെൽട്ടർ ഉണ്ടോ? അതിവിടെ നിന്ന് കുറച്ച് അടികൾ മാത്രം ദൂരെയാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവസാനം നെതന്യാഹു പറയുന്നത്, നമ്മൾക്ക് വിജയമുണ്ട്, പക്ഷേ നമ്മൾ സ്വയം സുരക്ഷിതരായിരിക്കണം. പുറത്തേക്ക് അല്പം വായു വാങ്ങാൻ പോകാം, പക്ഷേ എപ്പോഴും അടുത്ത് സുരക്ഷിത ബങ്കർ ഉണ്ടെന്ന് ഉറപ്പാക്കണം. നെതന്യാഹു ആളുകളുമായി സൗഹൃദമായി സംസാരിക്കുകയും ജെറുസലേമിനെ പ്രശംസിക്കുകയും അതേസമയം സുരക്ഷയ്ക്കായി അടുത്ത് മറഞ്ഞിരിക്കാനുള്ള സുരക്ഷിത സ്ഥലം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.